ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പേർഷനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സെൻട്രൽ ടെൻഡൻസി എന്താണെന്നുള്ളതാണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ് എന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെ കൈമിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒബ്സർവേഷന് സെൻട്രൽ വാല്യൂനേറ്റ് അട്രാക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു വാല്യൂനേറ്റ് അടുക്കാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് കൂടുതലാണെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്പേർഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വാല്യൂസ് സെൻട്രൽ വാല്യൂയിൽ നിന്നും എത്രത്തോളം സ്കാറ്റേർഡായി കിടക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്പേർഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഡിസ്പേർഷൻ കൂടെ എപ്പോഴാണ് കൂടുതൽ വേരിയേഷൻ ഉണ്ടെങ്കിലാണ് കൂടുതൽ ഡിസ്പേർഷൻ ഉണ്ടെന്ന് നമ്മൾ പറയാം. അക്കോർഡിംഗ് ടു ബൗളി, ഡിസ്പേർഷൻ എന്ന് പറയുന്നത് അതൊരു മെഷറാണ്. മെഷർ ഓഫ് ദി വേരിയേഷൻ ഓഫ് ദി ഐറ്റംസിൻ്റെ വേരിയേഷൻ മെഷർ ചെയ്യുന്നതാണ് ഡിസ്പേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ബൗളി പറഞ്ഞത്. ഇനി നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ്റെ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നോക്കാം. മെഷർ ഓഫ് ഡിസ്പേർഷൻ കൊണ്ട് ഉള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഡിറ്റർമൈൻ ദ റിലയബിലിറ്റി ഓഫ് എൻ ആവറേജ്. ആവറേജിൻ്റെ റിലയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ മെഷർ ഓഫ് ഡിസ്പേർഷനെ കൊണ്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടോ അതിൽ കൂടുതലോ സീരീസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പേർഷൻ യൂസ് ചെയ്യാം. പിന്നെ അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ മെയിൻ ബേസിസ് ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്കൊരു നല്ല മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് നോക്കാം. പ്രോപ്പർട്ടീസ് പറയുന്നത് നോക്കാം. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, സിമ്പിൾ ടു കാൽക്കുലേറ്റ്, യുണീക്ലി ഡിഫൈൻ, ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാവണം, വേഗം മനസ്സിലാവുന്നതായിരിക്കണം, യുണീക്കായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം, എല്ലാ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാവണം, പിന്നെ എക്സ്ട്രീം ഒബ്സർവേഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസായിട്ട് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ ഫേർദർ ആൽജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് കേപ്പബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ് മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒരു നല്ലൊരു മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്താണെന്നുള്ളത് നോക്കാം, എന്തൊക്കെ മെഷേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. മെഷർ ഓഫ് ഡിസ്പേർഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എന്ത് ടൈപ്പാണ് ഡാറ്റ എന്നാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ സെയിം യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്ത ഡാറ്റ ആണെങ്കിലാണ് നമ്മൾ അബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യാം. റിലേറ്റീവ് മെഷർ ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് റേഷ്യോസിലോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജിലോ ആണ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്നും വിളിക്കാം. റിലേറ്റീവ് മെഷേഴ്സിനെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്നും വിളിക്കാം. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ റേഞ്ച്, സെക്കൻഡ് വൺ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നും വിളിക്കാം. തേർഡ് വൺ മീൻ ഡീവിയേഷൻ, ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് രണ്ടെണ്ണം റേഞ്ചും ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് പൊസിഷണൽ മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും പറയുന്നത് എല്ലാ വാല്യൂസിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് റേഞ്ച് എന്താണ്, ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്താ ഒക്കെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷനാണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, റേഞ്ച് എന്ന് വെച്ചാൽ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ചിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റേഞ്ചിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്താണെന്നുള്ളത് നോക്കാം. മെറിറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്, കാൽക്കുലേറ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ സിമ്പിളാണെന്നുള്ളത്. ക്വാളിറ്റി കൺട്രോളിലാണ് നമ്മൾ മെയിനായിട്ട് റേഞ്ച് യൂസ് ചെയ്യുന്നത്. പക്ഷേ മെയിൻ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് അത് എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടല്ല, ആകെ 2 ഒബ്സർവേഷൻ നോക്കണുള്ളൂ, ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ. പിന്നെ ഓപ്പൺ എൻഡഡ് ക്ലാസ്സസ് ആകുമ്പോൾ നമുക്ക് ഈ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് എക്സ്ട്രീമായിട്ട്
എക്സ്ട്രീം വാല്യൂസിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ളതാണ് റേഞ്ച് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും എന്താണെന്നുള്ളത് നോക്കാം. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് ക്വാർട്ടൈൽസ്, അപ്പർ ക്വാർട്ടൈലും ലോവർ ക്വാർട്ടൈലും തമ്മിലുള്ള ഡിഫറൻസിനാണ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് സെമി ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ റിലേറ്റീവ് മെഷറായ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് Q3 - Q1 ബൈ Q3 + Q1. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ. നേരത്തെ നമ്മൾ റേഞ്ചിൻ്റെ പറഞ്ഞപ്പോൾ ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ലാർജസ്റ്റ് വാല്യൂ പ്ലസ് സ്മോളസ്റ്റ് വാല്യൂ. അതേപോലെ തന്നെ Q3 - Q1 ബൈ Q3 + Q1. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടുള്ള മെഷേഴ്സാണ്. മീൻ ഡീവിയേഷനും പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഡീവിയേഷൻ എന്നും അതിനെ പറയും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അർത്തമെറ്റിക് ആവറേജ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് ദ വേരിയസ് ഐറ്റം ഓഫ് ദി സീരീസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ലൈക്ക് മീൻ ഓർ മീഡിയൻ. ഈ മീൻ ഡീവിയേഷൻ എന്നുള്ളതിൽ നമ്മളൊന്നെങ്കിൽ മീൻ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയൻ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എബ്സല്യൂട്ട് വാല്യൂ ഓഫ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് x - m ബൈ n. m എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മീനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഒബ്സർവേഷനിൽ നിന്നും മീൻ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ എടുത്തിട്ട് സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ n ആണ് ചെയ്യുന്നത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് ഡിവൈഡഡ് ബൈ മീഡിയൻ ചെയ്യാം. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ബൈ അർത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എബൌട്ട് അർത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് അർത്തമെറ്റിക് മീൻ ഡിവൈഡഡ് ബൈ മീൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ്. മെറിറ്റ്സ് എന്ന് പറയുന്നത് അത് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, വേഗം മനസ്സിലാക്കാനും പറ്റും. പിന്നെ അതിൻ്റെ മെയിൻ യൂസസ് വരുന്നത് എക്കണോമിക്സിലും കോമേഴ്സിലും ഒക്കെയാണ്. പിന്നെ കമ്പാരിസൺ പർപ്പസിനും നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മീൻ ഡീവിയേഷൻ എന്നുള്ളത്. പിന്നെ മെയിൻ ഡീമെറിറ്റ്സ് ആയി വരുന്നത് ഇത് മോഡുലസ് വാല്യൂ എടുക്കുന്നതുകൊണ്ട് തന്നെ പ്ലസ് മൈനസ് എന്നുള്ള സൈന് അത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മോഡുള്ള സമയത്ത് അക്യുറേറ്റ് ആയിട്ടുള്ള മെഷറല്ല. ഇനി ഫ്രാക്ഷൻസ് ഉള്ള കേസിലാണെങ്കിൽ എബൌട്ട് മീഡിയൻ എന്നൊക്കെ പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ്. ഇത്രയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് റേഞ്ചിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ലാർജസ്റ്റ് വാല്യൂം സ്മോളസ്റ്റ് വാല്യൂ മാത്രമാണ് അത് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. സെക്കൻഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ചിലാണെങ്കിലും അത് മുകളിലുള്ള 25%ഉം അടിയിലുള്ള 25% മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. Q3 - Q1 അത് രണ്ടും മാത്രമേ കൺസിഡർ ചെയ്യുന്നത്, നടുവിലുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി മീൻ ഡീവിയേഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞത് സൈൻ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, മോഡുലസ് വാല്യൂ ആണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ എല്ലാ ഡീമെറിറ്റ്സും ഓവർകം ചെയ്തിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂസ് ചെയ്തത് കാൾ പിയേഴ്സണും ഇൻ 1893. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മീൻ സ്ക്വയർ ഡീവിയേഷൻ്റെ റൂട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീൻ ഡീവിയേഷനിൽ യൂസ് ചെയ്ത അതേ സാധനമാണ് സമ്മേഷൻ x - x bar ഹോൾ സ്ക്വയർ ബൈ n, എന്നിട്ട് അതിൻ്റെ റൂട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഗ്രീക്ക് ലെറ്റർ സിഗ്മ എന്നുള്ള ലെറ്റർ. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ x ബാർ ആണ്. x ബാർ എന്ന് വെച്ചാൽ മീൻ.
അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി പറയാം. നമ്മൾ മെഷർ ഓഫ് ഡിസ്പേർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂവിൽ നിന്നും ഓരോ വാല്യൂസും എത്രത്തോളം സ്കാറ്റേർഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്പേർഷനിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് ആവറേജിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത്, പിന്നെ രണ്ടോ അതിൽ കൂടുതലോ സീരീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സിനും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സിമ്പിൾ ടു കാൽക്കുലേറ്റ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, യുണീക്കായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയും, എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടായിരിക്കണം, എക്സ്ട്രീം ഒബ്സർവേഷനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, ഫേർദർ ആൽജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് ക്യാപ്പബിൾ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു മെഷർ ഓഫ് ഡിസ്പേർഷൻ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ അബ്സല്യൂട്ട് മെഷറും സെക്കൻഡ് വൺ റിലേറ്റീവ് മെഷറിനും പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. അബ്സല്യൂട്ട് മെഷറിലാണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. റിലേറ്റീവ് മെഷറിനെ നമ്മൾ കോയിഫിഷ്യൻറ്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയും. അതിലാണ് കോയിഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻറ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, പിന്നെ കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയനും എബൌട്ട് മീനും, പിന്നെ കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ എന്നുള്ളതും നമ്മൾ റിലേറ്റീവ് മെഷറിലാണ് വരുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതിൽ റേഞ്ച് എന്ന് പറയുന്നത് L-S ആണ്. കോഎഫിഷ്യൻറ്റ് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് L-S/L+S ആണ്. പിന്നെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡീമെറിറ്റ്സ് പറഞ്ഞത് രണ്ട് വാല്യൂവിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് റേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഡിഫൈൻ ചെയ്ത്, ആ കേസിലാണെങ്കിൽ Q3 - Q1 ആണ് ചെയ്യുന്നത്. മുകളിലുള്ള 25%ഉം അടിയിലുള്ള 25% മാത്രം കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലുള്ള 50% അത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഡീമെറിറ്റ്സ് വരുന്നത്. പിന്നെ നമ്മൾ കോഎഫിഷ്യൻറ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത്, Q3 - Q1/Q3 + Q1 ആണ് കോഎഫിഷ്യൻറ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. അപ്പോൾ ഇത് ഓവർകം ചെയ്തുകൊണ്ടാണ് മീൻ ഡീവിയേഷൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ മീൻ ഡീവിയേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മോഡുലസ് വാല്യൂ എടുക്കും. എന്നിട്ട് ഓരോ ഒബ്സർവേഷനും അതിൻ്റെ മീഡിയൻ മൈനസ് ചെയ്തിട്ടുള്ള മോഡുലസ് എടുത്തിട്ട് സം ചെയ്യും, ഹോൾ ഡിവൈഡഡ് ബൈ N. അതാണ് എബൌട്ട് മീഡിയൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുക. എബൌട്ട് മീൻ ആണെങ്കിൽ നമ്മൾ ഓരോ ഒബ്സർവേഷനും അതിൻ്റെ മീനിനെ കൊണ്ടാണ് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് മോഡുലസ് വാല്യൂ എടുക്കുക, എന്നിട്ട് അതിൻ്റെ സം എടുക്കും, എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ N. പിന്നെ കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷനും എബൌട്ട് മീനും കാൽക്കുലേറ്റ് ചെയ്ത്, അപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ മീൻ ഡീവിയേഷൻ ബൈ മീഡിയൻ ഹോൾ ഡിവൈഡഡ് ബൈ മീഡിയൻ. പിന്നെ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഡിവൈഡഡ് ബൈ മീനാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീന് വരുന്നത്. പിന്നെ നമ്മൾ മീൻ ഡീവിയേഷൻ്റെ ഡീമെറിറ്റ് പറഞ്ഞു. മെയിൻ ഡീമെറിറ്റ് പറയുന്നത് അത് +- സൈൻ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ഡെവലപ്പ് ചെയ്തതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ σ √((xi - x⁻) (² N) ആണ്. കോഎഫിഷ്യൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ σ/x⁻ എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് സിഗ്മൻ്റെ വേറൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സിഗ്മ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെയ്താൽ √((xi - x⁻) (²) N. അപ്പോൾ ഈ xi - x⁻² നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് സിഗ്മ എന്നുള്ളത് √((x²N - (x/n)² എന്നുള്ള എക്സ്പ്രഷനും കിട്ടി. അപ്പോൾ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ((xi - x⁻² N) സെക്കൻഡ് വൺ ((x²N - (x/n)² എന്നുള്ള. അപ്പോൾ സിഗ്മൻ്റെ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഓരോ കേസസ് ആയി ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ഡീവിയേഷൻ കാണുന്നത് ആക്ച്വൽ മീൻ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് σ √((xi - x⁻) (²) ഇൻഡിവിജ്വൽ സീരീസിലാണെങ്കിൽ സ്മോൾ n ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സാധാ എല്ലാ കാര്യങ്ങളും അൺഗ്രൂപ്പ് ഡാറ്റയ്ക്ക് സ്മോൾ ലെറ്റർ n ആണ് യൂസ് ചെയ്യുക. അതേപോലെ ഇവിടെയും സ്മോൾ ലെറ്റർ n ആണ് യൂസ് ചെയ്തത്. പിന്നെ ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പോൾ ഈ സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ കൂടെ നമ്മൾ ഫ്രീക്വൻസിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സിഗ്മ എന്ന് കിട്ടുന്നത് റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ആണ് വരിക. ഓക്കെ, ഇത് ആക്ച്വൽ മെത്തേഡിലുള്ളതാണ്. ഇനി ഷോർട്ട് കട്ട് മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഒരു മീൻ അസ്യൂം ചെയ്യണം, എന്നിട്ട് ഓരോ എക്സൈസിൽ നിന്ന് അത് സബ്സ്ട്രാക്ട് ചെയ്യണം. അതിനെ നമ്മൾ ഡി എന്ന് വിളിക്കും. എന്നിട്ട് ആ ഡീൻ്റെ സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഫ്രീക്വൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സമ്മേഷൻ എഫ് ഡി സ്ക്വയർ ബൈ എൻ മൈനസ് എഫ് ഡി ബൈ എൻ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. ഇതിൽ എൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസീൻ്റെ സമ്മാണ്. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം മീനിൽ നിന്നും എക്സൈസ് സബ്സ്ട്രാക്ട് ചെയ്തതിന് കൂടെ തന്നെ അതിൻ്റെ ഇൻ്റർവെല്ലുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ക്ലാസ് ഇൻ്റർവെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കണ്ടിന്യൂസ് സീരീസിലും സെയിം ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിഗ്മ ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എഫ് ഡി ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു ഐ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ കമ്പൈൻഡ് മീനൊക്കെ നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെയാണ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇവിടെ നമുക്ക് രണ്ട് ഗ്രൂപ്പിൻ്റെ മീന് തന്നിട്ടുണ്ടാവും, എൻ തന്നിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ടാവും. എന്നിട്ട് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക വെച്ചാൽ സിഗ്മ 1 2 രണ്ടെണ്ണാണുള്ളത്, 1 2 ആണല്ലോ. അപ്പോൾ സിഗ്മ 1 2 ഈക്വൽസ് ടു റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ ബൈ root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square by n1 plus n2. ഇതിൽ d1 d2 എന്ന് പറയുന്നത് x1 ബാർ മൈനസ് x12 ബാർ, അതേപോലെ d2 പറയുന്നത് x2 ബാർ മൈനസ് x12 ബാർ. ഈ x12 ബാർ എന്ന് പറയുന്നത് കമ്പൈൻഡ് മീനാണ്. അപ്പോൾ അത് നമ്മൾ കമ്പൈൻഡ് മീനും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്താണെന്നുള്ളതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത കാൽ പിയേഴ്സൺ ആണ്. ഇത് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. നമ്മളെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ് നമ്മൾ കൺസിസ്റ്റൻസി, ഒരു സീരീസിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് വെച്ചാൽ അത് ലെസ് കൺസിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാർട്ടൈൽസ് എന്താണ്, ഡെസൈൽസ് എന്താണ്, പെർസെൻറ്റൈൽസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മീഡിയൻ എന്താണെന്നുള്ളത് അറിയാം. മീഡിയൻ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ മിഡിൽ പോയിൻ്റാണ്. ഒരു സെറ്റിനെ നമ്മൾ ഈക്വലായിട്ട് 2 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ മിഡിൽ പോയിൻ്റാണ് മീഡിയൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് ഒബ്സർവേഷനെ 4 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറയുമ്പോൾ ഒരു സെറ്റിനെ 2 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ക്വാർട്ടൈൽസ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിനെ 4 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെസൈൽസ് എന്ന് പറയുന്നത് ഒരു സെറ്റിനെ 10 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പെർസെൻറ്റൈൽസ് എന്ന് പറയുമ്പോഴോ ഒരു സെറ്റിനെ നമ്മൾ 100 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മീഡിയൻ എന്ന് പറയാൻ 2 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുമ്പോൾ അത് Q2 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ക്വാർട്ടൈൽസ് നമ്മൾ 4 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ക്വാർട്ടൈൽസാണ് ഉണ്ടാവുക, Q1 Q2 Q3. ഡെസൈൽസ് ഒരു സെറ്റിനെ 10 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഡെസൈൽസ് ഉണ്ടാവും. അതേപോലെ ഒരു സെറ്റിനെ 100 ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 99 പെർസെൻറ്റൈൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെറ്റിനെ 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ നമുക്ക് Q1 Q2 Q3. ഒരു സെറ്റിനെ 10 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ D1 D2 എക്സെട്ര D9. ഓക്കെ, അതേപോലെ പെർസെൻറ്റൈൽസ് ആകുമ്പോൾ P99 പെർസെൻറ്റൈൽസ് നമുക്കുണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞത്, ഡിസ്പേർഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വാല്യൂവിൽ നിന്നും എത്രമാത്രം സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട് നമ്മളെ വാല്യൂസ് എന്നാണ് നമ്മൾ ഡിസ്പേർഷനിൽ നോക്കണേ. അപ്പോൾ ഡിസ്പേർഷൻ്റെ മെഷേഴ്സ് എന്ന് പറയുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ ക്വാർട്ടൈൽ ഡീവിയേഷനും റേഞ്ചും പറയുന്നത് പൊസിഷണൽ മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ പറയുന്നത് എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യുക ഈ ഡിസ്പേർഷനെ. ഒന്ന് അബ്സല്യൂട്ട് മെഷറും
മറ്റേത് കോയിഫിഷ്യൻ റിലേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബ്സല്യൂട്ട് മെഷറിലാണ് ഈ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വരുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷനിലാണ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്തു. റേഞ്ച് എന്താണ്, ഇൻ്റർക്വാർട്ടൈൽ റേഞ്ച് എന്താ, മീൻ ഡീവിയേഷൻ എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഡിസ്കസ് ചെയ്ത് പിന്നെ സിഗ്മൻ്റെ 2 എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് പിന്നെ 3 കേസസും ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതിലെല്ലാ ഇക്വേഷൻസും നിങ്ങൾ കാണാതെ പഠിക്കണം. പിന്നെ പ്രോബ്ലംസൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. പിന്നെ ക്വാർട്ടൈൽസും ഡെസൈൽസും പെർസെൻറ്റൈൽസും ഒക്കെ എന്താണെന്നുള്ളത് ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കുക. 4 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ക്വാർട്ടൈൽസ്, 10 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ ഡെസൈൽസ്, 100 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ പെർസെൻറ്റൈൽസ്. ഓക്കെ.